തട്ടേക്കാട്, കുട്ടമ്പുഴ, പൂയംകുട്ടിയൊക്കെ കടന്ന് കുറെ പുഴകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു കിടിലൻ മൺസൂൺ ഫോറസ്റ്റ് ഡ്രൈവ്. യെസ്, അതാണ് മാമലക്കണ്ടം. ഈ എപ്പിസോഡ് മാമലക്കണ്ടത്തെ കുറിച്ചാണ്. ടീം സഫാരിയുടെ ഒരു ഇവന്റ് ആയിരുന്നു. ഇതുപോലെ കാലുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന പ്രണവിനെ അറിയില്ലേ? ഇതുപോലത്തെ പ്രണവന്മാരെ കൊണ്ടുപോകുന്ന യാത്രാ ഗ്രൂപ്പാണ് ടീം സഫാരി. മാമലക്കണ്ടത്ത് നിന്ന് കൊയിനിപ്പാറയിലേക്കുള്ള ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണിത്. കൊയിനിപ്പാറ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പൊ മൂന്നാറൊക്കെ പോകുന്നവർക്ക് പറ്റിയൊരു ആൾട്ടർനേറ്റ് റൂട്ട് കൂടിയാണ് മാമലക്കണ്ടം. വെൽക്കം ബാക്ക്, അൻവറാണ്. ഇപ്പോൾ നമ്മളുള്ളത് പൂയംകുട്ടി പാലത്തിലാണ്. മാമലക്കണ്ടത്തിലേക്കുള്ള യാത്രയിലാണ്. കഴിഞ്ഞ തവണ മാമലക്കണ്ടം വന്നത് നമ്മൾ ഈ റൂട്ടിലല്ല. ഈ റൂട്ടിൽ പാലം പണി ആയത് കാരണം ഇവിടെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ മാമലക്കണ്ടത്തിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തട്ടേക്കാട് വഴിയാണ് പോയത്. തട്ടേക്കാട് നിന്ന് കിട്ടിയ മാക്കാച്ചിക്കടയുടെ ഒക്കെ വിഷ്വൽസിന്റെ അടിപൊളി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ. ഇതാണ് പൂയംകുട്ടി. പൂയംകുട്ടിയിൽ നമ്മൾ മഴയത്ത് തന്നെയാണ് പോകേണ്ടത്. ഈ റൂട്ട് ശരിക്കും ഒരു മൺസൂൺ ഡ്രൈവ് തന്നെയാണ്. മഴയത്ത് ഈ റൂട്ടിലെ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. പോകുന്ന വഴിയായിട്ട് നിറച്ചും പുഴകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉള്ള ഒരു വഴിയാണ്. ഇതാണ് ആ പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്ത പാലം. എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഈ ഫോറസ്റ്റ് റൂട്ട്. നല്ല ഫ്രഷ് എയറും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഇതുപോലെ ഒരുപാട് നല്ല സ്പോട്ടുകളൊക്കെ ഉള്ള ഒരു റൂട്ട് തന്നെയാണിത്. റോഡ് പൊതുവെ വളരെ മോശമാണ്. ചില സ്ഥലത്തൊക്കെ വളരെ മോശമുള്ള ചില ഏരിയയിലൊക്കെ ഇതുപോലെ ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും പൊതുവെ റോഡ് വീതി കുറഞ്ഞ റോഡാണ്. പറഞ്ഞാൽ മഴക്കാലത്താണ് ഇങ്ങോട്ട് വരാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. പോകുന്ന വഴിയിൽ ഒരു വ്യൂ പോയിന്റ് പോലൊരു സെറ്റപ്പ് കണ്ടു. അധികം ഇവിടെ ഒന്ന് ഇറങ്ങി നിൽക്കുന്നത് അത്ര സേഫ് അല്ല. ആനിമൽസ് ഉള്ള കാട് തന്നെയാണിത്. നമ്മൾ ബന്ദിപ്പൂരും അതുപോലെ തന്നെ മുത്തങ്ങയിലൊക്കെ ഉള്ള പോലെ തന്നെ ആനകളും ഒക്കെ ധാരാളം ഉള്ള ഒരു ഏരിയ തന്നെയാണ്. എല്ലാത്തരം ആനിമൽസും ഉണ്ട് ഇവിടെ. പക്ഷെ അത്ര അങ്ങോട്ട് റോഡ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഉള്ള സാധനങ്ങളൊക്കെ കുറച്ച് ഡേഞ്ചറസ് ആണ്. അപ്പം അധികം ഇരുട്ടാവുന്നതിന് മുന്നേ ഈ ഏരിയ ക്രോസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇത് ഇരുട്ടായി, ഞങ്ങൾ ചെറിയ ഇരുട്ടായി ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് പോണ വഴിക്ക്. ഇത് മുനിപ്പാറ ജീപ്പ് സഫാരി 500 രൂപ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. നൈറ്റ് ആയപ്പോഴേക്കും ഞങ്ങൾ ഗ്രാമിക എന്ന് പറഞ്ഞ ഹോം സ്റ്റേയിലെത്തി. മാമലക്കണ്ടത്തെ ഒരു ഹോം സ്റ്റേ ആണ്. ഇതാണ് പ്രണവ്. ഞാൻ പറഞ്ഞില്ല, ഡിഫറെൻ്റ് ലേബിൾഡ് ആയിട്ടുള്ള ഇത്തരം ആളുകളെ നമ്മൾ ടീം സഫാരി എന്ന് പറഞ്ഞ യാത്രാ ഗ്രൂപ്പ് യാത്രയിൽ കൂട്ടുന്നതാണ്. പാട്ടും കളിയും പരിചയപ്പെടലൊക്കെ ആയിട്ട് രാത്രി അങ്ങനെ കഴിഞ്ഞു. ഏർലി മോർണിംഗ് തന്നെ നമ്മളൊരു ജീപ്പിൽ ട്രെക്കിങ് പോവാണ്. കൊയിനിപ്പാറയിലേക്കാണ് ട്രെക്കിങ്. നല്ല കിടിലൻ ഓഫ് റോഡ് തന്നെയാണ്. ചില ഏരിയയിലൊക്കെ വണ്ടി ഇറങ്ങി തള്ളേണ്ട ഗതികേടൊക്കെ വന്നു. കാരണം നമ്മളെ വണ്ടി ഒന്നും കൊണ്ട് അങ്ങോട്ട് പോകുന്നത് ഒട്ടും പ്രായോഗികമല്ല. വണ്ടിന്റെ പരിപ്പ് ഇളകും. 2000 രൂപ കണ്ട് ജീപ്പിന് ചാർജ്. കഴിഞ്ഞ തവണ നമ്മൾ മാമലക്കണ്ടം വന്നപ്പോൾ ഇതുപോലൊരു ഓഫ് റോഡ് ജീപ്പിന് പോയിരുന്നു. ആ സ്ഥലം മുനിപ്പാറായിരുന്നു. 2 പാറകളുണ്ട്. 2 പാറ അടിപൊളി ഓഫ് റോഡ് ഡ്രൈവ് തന്നെയാണ്. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ചെയ്ത മുനിപ്പാറ ഓഫ് റോഡ് ഡ്രൈവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പോകുന്ന വഴിയൊക്കെ നോക്കിയത് എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. ചെറിയൊരു കോടയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ. ചെറിയൊരു മഴയും കോടയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തായാലും മൂന്നാറിലേക്കൊക്കെ പോകുമ്പോൾ മാമലക്കണ്ടം കൂടി ഒരു വളഞ്ഞു പോയി കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആ മലയ്ക്ക് എന്താ പേര്? ആടുമുടി. ആടുമുടി കൊള്ളാം, അടിപൊളി. എന്താണല്ലേ രസം. ആടുമുടിയുടെ അടിപൊളി വ്യൂ, അടിപൊളി. ഞാൻ പറയാം, ഇതിപ്പോ നമ്മുടെ ലൊക്കേഷൻ ഇങ്ങനെ നമ്മള് ഈ ഫോറസ്റ്റ് കഴിയുമ്പോ മലക്കപ്പാറ ഏതുണ്ടോ തമിഴ്നാട് എത്തി. മലക്കപ്പാറയാവും. ഇതിപ്പോ നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ മാമലക്കണ്ടം. ഇത്ര അടുത്താണ് മലക്കപ്പാറ. ഇതുണ്ടോ, ഇനി മൊത്തം തമിഴ്നാടാണ്. ആ ഒരു സൈഡ് കഴിഞ്ഞ പിന്നെ ഫുള്ള് തമിഴ്നാടാണ്. തൊട്ടപ്പുറം മലക്കപ്പാറയാണ്. വഴി എന്ന് പറഞ്ഞാൽ ഈ ട്രൈബൽ കോളനികളുണ്ട്. അതിനുള്ളിലൂടെ ജീപ്പ് റോഡ് ഉണ്ട്. പിന്നെ നടക്കുന്ന വഴികളൊക്കെ ഉണ്ട്. ഈ ലാസ്റ്റ് ഉള്ള ട്രൈബൽ സെറ്റിൽമെന്റിലുള്ള ആൾക്കാര് ഈ മലക്കപ്പാറ വാൽപ്പാറ ടൗണിലൊക്കെ പോയ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. പിന്നെ ഈ ഒരു
കിഴക്ക് ഭാഗം എത്തിയിട്ടാണ് നമ്മുടെ എടമലക്കുടി എന്ന് പറഞ്ഞ എടമലക്കുടി. അത് ഈ ഒരു സൈഡാ അവര്, ഈ സൺറൈസ് വരുന്ന ഒരു സൈഡിലാണ് അവര്. പിന്നെ ഓൾഡ് ആലോ മൂന്നാർ റോഡ് ഇതിന്റെ അകത്തൂടെ ആയിരുന്നു, പഴയ ആലോ മൂന്നാർ റോഡ്. അത് 90s 70s ബ്രിട്ടീഷുകാർ ക്ലോസ് ചെയ്തല്ല, അവര് ആദ്യം തുടങ്ങുന്നത്. അതായത് മൂന്നാറൊക്കെയുള്ള ഫസ്റ്റ് മൂന്നാർ ഒരു ഹിൽ സ്റ്റേഷൻ ആക്കിയിട്ട് ടീ പ്ലാന്റേഷൻ നടത്താന്നുള്ളൊരു ഐഡിയ കൊണ്ടുവരുന്നൊക്കെ ഈ റോഡ് വന്നതിന് ശേഷമാണ്. കുതിരയുടെ പുറത്താണ് അതായത് കൊച്ചിയില് അവര് സാധനങ്ങളൊക്കെ ഷിപ്പിന് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഈ വഴിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കുതിരവണ്ടി അല്ലാതെ അന്ന് മെഷീൻ വണ്ടി വേറെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉപയോഗിച്ചാണ് മൂന്നാർ വന്നിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അവിടെ ഇടയ്ക്ക് അവരുടെ ഹട്ടുകളൊക്കെ ഉണ്ട്, അവര് പണിത പാലങ്ങളുണ്ട്, 1-2 ഹട്ടുകളുണ്ട്. അന്ന് കൊണ്ടുവന്ന ഒരു ഈ ട്രെഞ്ച് താത്തിയിട്ട് വണ്ടി അപ്പുറത്തേക്ക് കടത്താൻ വേണ്ടി അയൺ റോഡ് ഇട്ടിട്ടുണ്ട്, ഈ ഇരുമ്പിന്റെ പാലം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും അന്നത്തെ അത്ര പ്യുവർ അയണാണ്, അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഇത് കാരണം ക്ലോസ് ചെയ്തേക്കുന്ന കാരണം നമുക്ക് അവിടെ പോയി കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു മിസ്റ്റീരിയസ് ഫോറസ്റ്റ് ആണ്. നമ്മുടെ കുട്ടമ്പുഴ പഞ്ചായത്ത് മുന്നേ ഇടുക്കി ജില്ലയായിരുന്നു, ഇപ്പൊ എറണാകുളം ജില്ലയായി. മുന്നേ ദേവികുളം പഞ്ചായത്തിന്റെ ഭാഗമായിരുന്നു, ഇടുക്കി ജില്ലയുടെ ഭാഗമായിരുന്നു കുട്ടമ്പുഴ എന്ന് പറഞ്ഞ പഞ്ചായത്ത്. പിന്നെ അത് വീണ്ടും ആഡ് ചെയ്തില്ലേ, അത് എടമലക്കുടിയുടെ കുറച്ച് പോർഷൻ പത്രത്തിലുണ്ടായിരുന്നു, എടമലക്കുടിയുടെ കുറച്ച് ആഡ് ചെയ്തു. ആ പഞ്ചായത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഈയിടയ്ക്ക് വേണ്ടി സംഭവിച്ചല്ലേ? അതെ അതെ, അങ്ങനെയല്ലേ ഒരു ഡിസ്ട്രിക്ട് വലുതായി. ഇടുക്കി എടമലക്കുടിയുടെ കുറച്ച് വനപ്രദേശം ആൾതാമസമുള്ള സ്ഥലം പഞ്ചായത്തിന്റെ ഇതിലേക്ക് ഏറ്റവും വലിയ ഡിസ്ട്രിക്ട് അതാ ഇപ്പം ഇടുക്കി. പിന്നെ പാലക്കാട് കിട്ടില്ല, ഒന്നും തുടങ്ങാം. അതെ വീഡിയോ ആണ്, ഒന്ന് കൈയൊക്കെ കാണിക്കാട്ടോ. ഇത് കൊയിനിപ്പാറ ഹിൽ ടോപ്പിന്റെ ഏറ്റവും ലാസ്റ്റത്തെ വ്യൂ പോയിന്റ് ആണ്. ഇതാണ് മെയിൻ വ്യൂ പോയിന്റ്. ഓക്കെ, ഇതിന്റെ കിഴക്ക് ഭാഗം നമ്മുടെ വാഗമണ്ണ്, തൊടുപുഴ, ആ ഇടുക്കി ജില്ലയുടെ പോർഷൻസ് ആയിട്ട് വരും. ആ ഭാഗം അല്ലേ? ആ ഭാഗം. ഇങ്ങനെ സ്ട്രെയിറ്റ് കാണുന്നത് ഫുള്ള് എറണാകുളം ജില്ലയാണ്. ഈ ഭാഗം റൈറ്റ് സൈഡ്. ഒരു സൺസെറ്റിന്റെ സമയത്ത് ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് എറണാകുളത്തെ ഫ്ലാറ്റുകളൊക്കെ കാണാൻ പറ്റും. അതെ, സൂക്ഷി നോക്കിയപ്പോ ഒരു ഫ്ലാറ്റ് കാണാൻ പറ്റും, ഒരു മഞ്ഞിന്റെ അകത്ത് കണ്ടില്ലേ? അതൊരു ശരിക്കും ഫ്ലാറ്റ് ആണ്. തൃപ്പൂണിത്തറ ആ ഭാഗത്ത് വരുന്ന ഒരു ഫ്ലാറ്റ് ആണ്, കടവന്ത്ര. പിന്നെ ഈ ഒരു സൈഡ് ഫോറസ്റ്റ് വരുന്നത് തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി ആണ്. സാലിം അലി ബേർഡ് സാഞ്ചുറി എന്ന് പറയും. അത് ഒരു 1950s സ്റ്റാർട്ട് ചെയ്ത ഒരു സാങ്ച്വറിയാണ്. അതിന്റെ ഫോറസ്റ്റ് ഏരിയ ആണ് ഈ ഭാഗം കവർ ചെയ്യുന്നത്. ശരി, ആ ഭാഗത്തേക്കാണ് നിങ്ങൾ ഇന്നലെ കണ്ടിട്ട് വന്ന ഭൂത്താങ്കെട്ട് ഡാം. അവിടെ മഞ്ഞ് നിൽക്കുന്നില്ലേ? ഭൂത്താങ്കെട്ട് ഡാം ആ ഭാഗത്താ വരിക. പെരിയാറ് ഒഴുകുന്നത് ഈ ഒരു ട്രാക്കിലാണ്. ഈ മല ഇങ്ങനെ കഴിഞ്ഞിട്ട് ആ മഞ്ഞ് നിൽക്കുന്ന സ്ഥലത്തൂടെയാണ് പെരിയാർ ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകുന്നത്, ഭൂത്താങ്കെട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കോമൺ ജിയോഗ്രഫി. ഓക്കെ, താങ്ക് യു ഡോക്ടർ സന്ദീപ് ഫ്രം മാമലക്കണ്ടം. ഓക്കെ, നമ്മുടെ സഫാരിയൻസ് എല്ലാരും ഉണ്ട്. അഫ്സൽ ഉണ്ട്, ഷീജ ഉണ്ട്, ഹംസക്ക് ഉണ്ട്, സെക്കി ഉണ്ട്, തൃപ്രയാർ എന്നൊരു വലിയ ഗ്യാങ് നമ്മളിവിടെ ഉണ്ട്. ടീം സഫാരി തൃപ്രയാർ യൂണിറ്റ് തുടങ്ങേണ്ടി വരും. നോട്ട് ഗ്രീൻ ബിബിൻ നമുക്ക് വെള്ളച്ചാട്ടങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാണ്. കണ്ടു. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ഇവന്റിലെ ഗസ്റ്റ് പ്രണവ്. I love you, Mamalakandam. ഓക്കെ, തുടങ്ങി. ഗ്രൂപ്പ് ഫോട്ടോ ടൈം ആണ്. അക്കാണും മാമലക്കണ്ടം ആരുടേതാണടി പൈങ്കിളിയേ, കാണും മാമലക്കണ്ടം ആരുടേതാണടി പൈങ്കിളിയേ, നമ്മളു കാണും മാമലക്കണ്ടം നമ്മുടേതാണടി പൈങ്കിളിയേ, നമ്മളെ കാണും മാമലക്കണ്ടം നമ്മുടേതാണടി പൈങ്കിളിയേ. നേരം പോയി എല്ലാരും പോയല്ലോ, നേരം പോയി എല്ലാരും പോയല്ലോ, കുഞ്ഞിക്കിളിയെ പൈങ്കിളിയെ വെക്കം വന്നാട്ടെ, കുഞ്ഞിക്കിളിയെ പൈങ്കിളിയെ വെക്കം വന്നാട്ടെ. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ ഇറങ്ങുകയാണ്. കയറുന്ന പോലെ തന്നെ ത്രില്ലിംഗ് ആണ് ഇറങ്ങുന്നതും.
ഇറങ്ങുന്ന വഴിയിൽ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി എല്ലാവരും ചായ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ്. തിരിച്ച് ഗ്രാമിക ഹോം സ്റ്റേയിലെത്തി. മാമലക്കണ്ടത്തെ സ്കൂളിന്റെ വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ്. ഇത് അങ്ങോട്ടുള്ള വഴിയാണ്. നല്ലൊരു ഓപ്ഷനാണ് മാമലക്കണ്ടത്ത് താമസിക്കാനുള്ള. ഒരു കളിമണ്ണോണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു വീടാണ്, 4 കെട്ടൊക്കെ ഉള്ള ഒരു വീടാണിത്. ഇതിന്റെ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞങ്ങൾ നേര്യമംഗലം വഴിയാണ് മടങ്ങിയത്. ആ വഴി മടങ്ങുമ്പോൾ ഞങ്ങൾക്ക് മൂന്നാറിലേക്ക് നമ്മൾ പോകുമ്പോൾ വാളറ, അതുപോലെ ചീയപ്പാറ തുടങ്ങിയ വാട്ടർഫാൾസുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ മടങ്ങുമ്പോൾ അതുവഴി മടങ്ങിയാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.